ഹലോ, നമസ്കാരം. നെല്ലിപ്പോട്ടാണ്, ബേസിലാണ്. ഇപ്പോൾ വൈകുന്നേരം ഇവിടെ സമയം 6 മണിയായി. നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മളന്ന് നിർത്തിയത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആ കാണുന്നതാണ് ഗോൾ സൂക്ക്. സൂം ചെയ്യാനാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബിൽഡിംഗ് ആണ് ഗോൾ സൂക്ക് എന്ന് പറയുക. നമ്മൾ ഈവനിങ് വാക്കിന് ഇറങ്ങുന്ന സ്ഥലമാണിത്. നമ്മൾ കോർണിഷ എന്ന് പറയും. ഈ തണുപ്പുള്ള സമയത്ത് നല്ല രസം കേട്ടോ, നമുക്ക് ഈ സമയത്ത് നടക്കാൻ പോകാനൊക്കെ. എന്നാൽ ഇവിടെ ഭൂരിഭാഗം സമയത്തും ചൂടല്ലേ, എല്ലാവർക്കും അറിയാലോ. ആ സമയത്ത് വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷെ ഇപ്പൊ നല്ല സുഖാട്ടോ. ഇപ്പൊ നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റും അടിപൊളിയാ. കണ്ടോ, ഇവിടെ ഇപ്പൊ പൂവൊക്കെ നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞിരിക്കുന്ന സമയം. ഇതാണ് കേട്ടോ ഈവനിങ് വ്യൂ, ഞങ്ങളുടെ കോർണിഷ സ്ട്രീറ്റിന്റെ ഈവനിങ് വ്യൂ. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് നല്ല ഉയരത്തിൽ പറക്കുന്ന യുഎയുടെ ഫ്ലാഗ് നമുക്കിവിടെ കാണാം. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ. പിന്നെ നമ്മളിവിടെ കാണുന്ന ഒരു കാര്യമാണ് ഈ ചെങ്ങായിനെ നമുക്ക് ഡെയിലി കാണാൻ പറ്റും. ചെങ്ങായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഇപ്പൊ കാണിച്ചുതരാം. ഈ ചെങ്ങായി ഈ ആനയുടെ തുമ്പിക്കയൊക്കെ മുന്നോട്ട് കിടക്കുന്ന പോലത്തെ ഒരു ചെങ്ങായി. ഈ വണ്ടിയായിട്ട് ഇവിടെ കിടന്ന് എന്തായിരിക്കും കാണിക്കുന്നത്? അതായത് നമ്മളോട് ഒരു വേസ്റ്റ് പോലും ഇവിടെ ഇടരുന്ന് പറയുമ്പോഴും അറിയാതെ നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് പോയി ഇട്ട് പോയേക്കാം. അപ്പൊ അങ്ങനെ വരുന്ന വേസ്റ്റുകളെല്ലാം പെറുക്കി ഈ ഏരിയ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നത് നമ്മുടെ ചങ്ങായിയാണിത്. അയാള് താഴെ വീഴ്ന്ന് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും അയാളുടെ തുമ്പിക്കൈ കൊണ്ട് പെറുക്കിയെടുത്ത് അയാൾ പോകും. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇത്ര ചെറിയൊരു ഏരിയ അല്ല കേട്ടോ ഈ കോർണിഷ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇത് അങ്ങ് കിടക്കുക. ഒരു മണിക്കൂറോളം നടന്നപ്പോഴും എത്താത്ത രീതിയിൽ അങ്ങുണ്ട്. ഇതാ ഈ കാണുന്നതാണ് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞ ഗോൾ സൂക്ക്. ഓക്കെ, അപ്പോ ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു പറ്റിയ സ്ഥലം നോക്കി നടക്കായിരുന്നു. ഒരുപാട് ക്രൗഡഡ് അല്ലാത്ത നല്ല ലൈറ്റൊക്കെ ഉള്ള ഒരു സ്ഥലം നോക്കിയിട്ട് ഇറങ്ങിയപ്പോ കുറച്ച് ലേറ്റ് ആയി. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾക്ക് ഈ വ്യൂ ഒക്കെ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ അതില് ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വീഡിയോയുടെ ഫസ്റ്റ് വീഡിയോ ഇപ്പൊ നമ്മൾ റീസ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ ചെയ്ത ഫസ്റ്റ് വീഡിയോയില് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ വീഡിയോ തുടങ്ങി. അപ്പോ അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ ആ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണ്ടേ? അപ്പൊ എന്നോട് ചിലരൊക്കെ ചോദിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാണ്ട് പറഞ്ഞിട്ട് എവിടെ വീഡിയോ പിന്നൊന്നും കണ്ടില്ലല്ലോ എന്ന് ചിലർ ചോദിച്ചു. അപ്പോ എന്തായാലും സന്തോഷം, അത് കേൾക്കുന്നതിൽ സന്തോഷം. അപ്പൊ നമ്മളിനി അങ്ങ് തുടങ്ങുവാണ്. എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളതെന്നും കാണിക്കാനുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങുവാണ്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഞാൻ പിന്നെയും പറഞ്ഞു. അപ്പോ ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്റെ ജീവിതം തന്നെയാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് ഇങ്ങു വരെ ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നൊരു ചെറിയൊരു ആഗ്രഹം. അത് ചിലപ്പോ ചിലരൊക്കെ നമുക്കിപ്പോ ഒരു സിനിമയൊക്കെ കഥയൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ ഒരാളുടെ കഥയൊക്കെ പറയുമ്പോ അയാളായിരിക്കുമല്ലോ അതിനകത്ത് എന്തായാലും ഹീറോ. ബാക്കിയുള്ളവരൊക്കെ വില്ലന്മാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും കൂടെ അഭിനയിക്കുന്നവരും സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ എന്റെ ജീവിതത്തില് ഞാനൊരു ഹീറോയും ബാക്കിയുള്ളവരൊക്കെ എന്റെ കൂടെ അഭിനയിക്കുന്നവരുമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ ജീവിതത്തില് ഞാൻ ഹീറോ ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് സീറോയിലേക്ക് വന്ന സമയമുണ്ട്.
ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പോകെ പോകെ പറയാം. എന്തായാലും ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള 100% എന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്, എന്റെ ജീവിതമാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ചിലപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം, അല്ലെ? എന്റെ ജീവിതത്തിലുണ്ടായ പല കാര്യങ്ങളും അതിനകത്തൊക്കെ ഭാഗമായിട്ടുള്ള ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടാവാം. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. നിങ്ങളുടെ ജീവിതത്തിൽ അതേ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങൾ നടക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതെല്ലാം നമുക്ക് ഷെയർ ചെയ്ത് തന്നെ പോവാം. കമന്റ് ബോക്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയിക്കാലോ. ഓക്കെ, നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോ നെല്ലിപ്പോട്ട് ഇനി ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനി നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് നെല്ലിപ്പോട്ടിന്റെ ജീവിതമാണ്, ഈ നടന്നുകൊണ്ടിരിക്കുന്ന ജീവിതമാണ്. താല്പര്യമുള്ളവർക്ക് കാണാം. നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഇനി എന്റെ ജീവിതത്തിൽ ഭാഗമായിട്ടുള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും ആ ഓർമ്മകൾ വരുന്നുണ്ടെങ്കിൽ അറിയിക്കാം. എന്തായാലും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം നെല്ലിപ്പോട്ടിന്റെ ജീവിതത്തിലൂടെ. നമ്മള് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ആരാ വന്നേക്കുന്നതെന്ന് നോക്കിയേ. അവൻ നേരത്തെ പറഞ്ഞ തുമ്പി കൈകാരൻ ചേട്ടൻ. ചേട്ടൻ എന്നെ എടുത്തോണ്ട് പോവോ? എന്റെ ജീവിതം നിങ്ങളോട് ഷെയർ ചെയ്യാൻ തുടങ്ങുമ്പോ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. ജീവിതത്തിൽ ചില സമയങ്ങൾ വരും, നമ്മുടെ മുമ്പിൽ റെഡ് സിഗ്നൽ ആയിട്ട് നിൽക്കും. ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, നമ്മുടെ ഊഴത്തിനായിട്ട് കാത്തിരിക്കുക. വരും, ഗ്രീൻ സിഗ്നൽ വരും. Then start your journey.